എനിക്ക് വന്നേക്കണത് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 3,30,000 രൂപയാണ്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം വണ്ടിയുടെ കുറ്റങ്ങളും പറയണം. ഉണ്ട് കേട്ടോ, വണ്ടി കുറ്റം ഉണ്ട് കേട്ടോ. നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാലോ, ഇപ്പം EVയുടെ പെരുമഴക്കാലമാണ്. എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പുതിയ പുതിയ EVകൾ, പുതിയ കമ്പനികൾ, പുതിയ കാറുകളൊക്കെയാണ് നമ്മൾ റോഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിൻസർ ഞാൻ വണ്ടി മേടിച്ചത് നവംബർ 11-ാം തീയതിയാണ് വണ്ടി മേടിച്ചത്. ഇപ്പം ഏകദേശം ഒരു 6-7 മാസം ആയിട്ടുണ്ട്. ഈ 6-7 മാസത്തിനകത്ത് ഞാൻ ഈ വണ്ടി ഓടിച്ചേക്കണത് 33,000 കിലോമീറ്റർ ഞാൻ ഈ വണ്ടി ഓടിച്ചു. ഞാൻ ഈ വീഡിയോയിൽ ഈ EV മേടിക്കണ ആൾക്കാർ, അല്ലെങ്കിൽ EV പ്ലാൻ ചെയ്യാൻ വേണ്ടി പോണ ആൾക്കാർ, അല്ലെങ്കിൽ ICE എഞ്ചിൻ മേടിക്കാൻ വേണ്ടി പോണ ആൾക്കാരോട് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീഡിയോയിൽ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ യൂസർ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർക്ക് ചിന്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു EV എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയാണെങ്കിൽ അത് നന്നായിട്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് നേരത്തെ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു ICE എഞ്ചിൻ. അപ്പോൾ ആ ICE എഞ്ചിനിൽ നിന്ന് എനിക്ക് ഒരു EVയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു 1-2 ആഴ്ചകൾ എടുത്തു ആ വണ്ടിയായിട്ട് അക്കസ്റ്റമായിട്ട് പോകാൻ വേണ്ടി. പക്ഷേ ഇപ്പം ഞാൻ ഈ വണ്ടിയുടെ ഓണറായിട്ട് 6 മാസം അല്ലെങ്കിൽ 7 മാസം ആയ പിന്നെ എനിക്ക് വന്നേക്കണ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അനുഭവമാണ്. അത് നിങ്ങൾ സത്യം പറഞ്ഞാൽ EV വണ്ടി ഓടിച്ചാൽ മാത്രം നിങ്ങൾക്ക് ആ അനുഭവം ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സോളാർ പാനലും വണ്ടിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ 5 കിലോവാട്ടിൻ്റെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് ഈ വണ്ടി 33,000 കിലോമീറ്റർ ഓടിച്ചതിൻ്റെ പേരിൽ എനിക്ക് വന്നേക്കണത് ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഇക്കണോമിക്കൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 3,30,000 രൂപയാണ്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ ഈ ICE എഞ്ചിനിൽ ഞാൻ ഈ 33,000 കിലോമീറ്റർ ഞാൻ ഓടിക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ 3,30,000 എൻ്റെ കീശേന്ന് പോകേണ്ടതാണ്. അപ്പം ഇതിൻ്റെ ഈ വണ്ടിയുടെ ഒരു റിവ്യൂ, അല്ലെങ്കിൽ ഒരു യൂസർ റിവ്യൂ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഈ വണ്ടി കൊണ്ട് എന്താ ബെനിഫിറ്റ് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ വീട്ടിൽ ഞാൻ സോളാർ പിടിപ്പിച്ചതിൻ്റെ പേരിൽ എനിക്ക് സോളാറിൽ നിന്ന് നമുക്ക് പവർ ജനറേറ്റ് ചെയ്ത് നമുക്ക് KCBയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എപ്പോഴാണോ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമുക്ക് വണ്ടി നമ്മൾക്ക് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ICE എഞ്ചിനും EVയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പം ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ 4 ലക്ഷം അല്ലെങ്കിൽ 5-6 ലക്ഷം 5 ലക്ഷം എങ്കിലും ഞാൻ മിനിമം ICE എഞ്ചിൻ ഞാൻ ഓടിച്ചിട്ടുണ്ട്, കിലോമീറ്ററുകൾ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ കമ്പയർ ചെയ്യണത്, ഞാൻ എൻ്റെ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഞാൻ ഒരു 4 ലക്ഷം കിലോമീറ്റർ ഏകദേശം ഞാൻ എൻ്റെ XUV 500 ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എനിക്കൊരു 45 ലക്ഷം രൂപയുടെ ഡീസലാണ് ആ വണ്ടി കുടിച്ചേക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോഴത്തേനും എനിക്കൊരു EV മേടിച്ച് കഴിയുമ്പോഴത്തേനും എനിക്ക് വരുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ച് വണ്ടി നമുക്ക് ഇങ്ങോട്ട് തരുവാണ്. പൈസ 3 ലക്ഷം രൂപ നമുക്ക് തിരിച്ച് നമുക്ക് റീഫണ്ട് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുവാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്, ഞാൻ ഈ പൈസയുടെ ബെനിഫിറ്റ് ഞാൻ ഷെയർ ചെയ്യണത് എൻ്റെ ഈ വണ്ടിയുടെ EMI അടച്ചു പോകാൻ വേണ്ടിയാണ്. എനിക്ക് ഏകദേശം ഒരു 26,000 രൂപ 27,000 രൂപ എനിക്ക് EMI വരുന്നുണ്ട് ഒരു മാസം. അപ്പോൾ ഈ ഫ്യൂളിൻ്റെ കോസ്റ്റ് കൊണ്ട് തന്നെ എനിക്കിത് എൻ്റെ ഈ CC അടഞ്ഞു പോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നിങ്ങളോട് ഇത് 3,30,000 രൂപ എനിക്ക് ബെനിഫിറ്റ് ആയെന്ന് ചുമ്മാ പറഞ്ഞാൽ പോലെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എനിക്ക്. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോളാറിനെ വീട്ടിൽ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പം അത് പോട്ടെ, നമ്മൾ പല വണ്ടികൾ മേടിക്കാൻ വേണ്ടി പല ആൾക്കാരുടെ വീട്ടിൽ സോളാർ കാണില്ല, അല്ലെങ്കിൽ അവർ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ KCBയിൽ നിന്ന് നമ്മൾ ഈ വണ്ടി നമ്മൾ ചാർജ് ചെയ്യുവാണെങ്കിൽ അതിന് എത്ര എക്സ്പെൻസ് വരും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഏകദേശം 1 കിലോമീറ്റർ ഈ വണ്ടി KCB നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് വരുന്നത്, കറണ്ട് യൂണിറ്റ് പെർ കോസ്റ്റ് വരുന്നത് ഏകദേശം 8 രൂപ മുതൽ 10 രൂപ എന്ന് കണക്ക് കൂട്ടിക്കോ. അത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടി 1 കിലോമീറ്റർ ഓടണമെങ്കിൽ ഒരു രൂപ 25 പൈസ മുതൽ 1 രൂപ 40 പൈസയെ നമുക്ക് നമുക്ക് ചിലവാവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഫാസ്റ്റ് ചാർജിങ്, നമ്മൾ ചാർജ് ബോർഡിൻ്റെ ആയാലും നിയോണിൻ്റെ ആയാലും വേറെ ഏതെങ്കിലും നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുവാണെങ്കിൽ അതിലേക്ക് നമുക്ക് വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 മണിയാണോ 4 മണി ഡൗട്ടുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് 17 രൂപ ചില്ലറ പൈസ എങ്ങാണ്ടുണ്ട്. അതല്ലാതെ ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് 24 രൂപ ചില്ലറ പൈസയും കൂടെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ മാക്സിമം 24 റുപ്പീസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് ഓൾമോസ്റ്റ് 3 രൂപ 40 പൈസ ആയിരിക്കും ഏകദേശം വരാൻ പോകണം പെർ കിലോമീറ്റർ. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ഡീസൽ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒത്തിരി കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഈ വണ്ടി. എൻ്റെ ഈ വണ്ടിക്ക് വിൻസർ EVക്ക് ഓൾമോസ്റ്റ് നമ്മൾ ഫുൾ ചാർജ് ചെയ്യുവാണെങ്കിൽ സിറ്റി ടു സിറ്റി ഡ്രൈവിംഗ്, നമ്മൾ സിറ്റിയിൽ ഓടിക്കുവാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത് കിട്ടുന്നത് 280 to 310 വരെ നമുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഹൈവേയിലേക്ക് ഓടിക്കുവാണെങ്കിൽ ഇത് 250 to 280 മാറും.
അത് ഡിപ്പെൻഡ് ചെയ്യണത് വണ്ടിയുടെ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്ന സ്റ്റൈലിലാണ് അത് ഡിപ്പെൻഡ് ചെയ്യണത്. ഇപ്പം നമ്മൾ ഹൈവേ പോയി കഴിഞ്ഞാൽ ചിലപ്പം 80, 90, 100 സ്പീഡ് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഭയങ്കരമായിട്ട് മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവും. നമ്മുടെ വണ്ടിയുടെ സർവീസിന്റെ കാര്യം ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ ഈ വണ്ടി 30,000 കിലോമീറ്റർ ആയപ്പോൾ ഞാൻ 4th സർവീസ് ഞാൻ ചെയ്തായിരുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സർവീസിനകത്ത് വണ്ടിയിൽ ഫസ്റ്റ് സർവീസിനകത്ത് അവർ 420 അങ്ങനെ കണ്ട് ചാർജ് മേടിച്ചെന്ന് തോന്നുന്നു. മൊത്തത്തിൽ എനിക്ക് 3 ഫ്രീ സർവീസിനകത്ത് ഏകദേശം ഒരു 1,200 രൂപ ചിലവായിട്ടുണ്ട്. പ്ലസ് ഈ 30,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോൾ സർവീസ് ചെയ്തപ്പം അവർ ഈ വണ്ടിയുടെ ട്രാൻസ്മിഷൻ ഓയിൽ അവർ മാറി. അതിന് കൂടെ വണ്ടിയുടെ കൂലന്റ് സിസ്റ്റം, കൂലന്റ് ഫ്ലൂയിഡ് അവർ മാറിയിട്ടുണ്ട്. ഈ കൂലന്റ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ വണ്ടിയുടെ AC-യുടെ കൂളിംഗ് ഫാനും പ്ലസ് വണ്ടിയുടെ റേഡിയേറ്ററിനകത്താണ് വർക്ക് ചെയ്യണത്. വേറെ ഒരു ചാമ്പറിനകത്തുള്ളത് ബാറ്ററിയിലേക്കും പോണത്. ഈ ബാറ്ററി കാത്തുള്ള കൂലന്റും നമ്മുടെ വണ്ടിയുടെ റേഡിയേറ്ററിനകത്തുള്ള കൂലന്റ് അവർ മാറി. പിന്നെ മാറിയേക്കുന്നത് വണ്ടിയുടെ AC ഫിൽറ്ററാണ്. പിന്നെ ഉള്ളത് തന്നെ വണ്ടിയുടെ ഈ വണ്ടിയുടെ ഈ 30,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പം അതിന് സർവീസ് അവർ എടുത്തേക്കണത്, കോസ്റ്റ് എടുത്തേക്കണത് ഒരു 6,000 രൂപ മുതൽ 6,500 രൂപയാണ് ഇവിടെ കോസ്റ്റ് എടുത്തേക്കുന്നത്. പിന്നെ എനിക്ക് വന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ XUV ഓടിച്ചതിൻ്റെ പേരിൽ എനിക്ക് XUVക്ക് നല്ല ഹൈറ്റുള്ള ടയറാണ്. അപ്പോൾ ഈ വണ്ടിക്ക് നല്ല പ്രൊഫൈലുള്ള ടയറാണ്. പക്ഷേ ഈ വണ്ടിയുടെ ടയർ എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ കുറവാണ്. അപ്പം ഞാൻ ആ വണ്ടി ഓടിക്കുന്ന രീതിയിൽ ഞാൻ ഈ വണ്ടി ഓടിച്ചപ്പം റോഡിൽ നിന്ന് ചിലപ്പം വണ്ടി താഴേക്ക് പോയി കഴിയുമ്പോഴത്തേനും അതിൻ്റെ എഡ്ജ്, ഇന്നർ ലൈൻ, ഇന്നർ പ്രൊഫൈൽ ചെന്ന് മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും പഞ്ചറായിപ്പോയി വണ്ടിയുടെ. അത് പിന്നെ അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം എഡ്ജ് വോൾ ആയതുകൊണ്ട് അത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്നല്ല, 2 ടയർ എൻ്റെ പോയി. ഒരു ടയർ എഡ്ജ് പോയിട്ട് വേറൊരു ടയർ നമ്മുടെ ഇതിനകത്ത് ആണി കയറിയായിരുന്നു. ആണി കയറി കഴിഞ്ഞപ്പം ആണി ചെരിഞ്ഞ് വന്ന് ഈ ടയറിന്റെ വോളയിൽ ചെന്ന് മുട്ടിയാണ്. അങ്ങനെ 2 ടയർ എൻ്റെ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ടയർ മാറിയിട്ട് എനിക്ക് വണ്ടിയിൽ വന്നുകൊണ്ടിരുന്നത് നോയ്സ് ക്യാൻസലേഷനുള്ള ടയറായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ മാറ്റിയിട്ടത് സാധാരണ വണ്ടിയിൽ, നമ്മുടെ സാധാരണ കാറുകളിൽ യൂസ് ചെയ്യുന്ന ടയറാണ് ഞാൻ മേടിച്ചിട്ടത്. അത് ഞാൻ മേടിച്ചിട്ട് JKയുടെ ആണ്. JKയുടെ അറൗണ്ട് കോസ്റ്റ് എനിക്ക് തൊടുപുഴയിൽ എനിക്ക് വന്നത് 6,500 രൂപ മുതൽ 6,800 രൂപയാണ് വണ്ടിയുടെ ടയറിന്റെ കോസ്റ്റ് വന്നത്. അപ്പം പിന്നെ ഇപ്പം നിലവിൽ എൻ്റെ വണ്ടിയുടെ ടയർ നോക്കുവാണെങ്കിൽ ഒരു 10,000 മുതൽ 15,000 കിലോമീറ്റർ വരെ ഓടാനുള്ള ടയറുണ്ട്. അതിന്റെ ത്രെഡ് വെയർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 10 കിലോമീറ്റർ സുഖമായിട്ട് വണ്ടിയുടെ ടയർ നമുക്ക് മൈലേജ് കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40,000 to 45,000 കിലോമീറ്റേഴ്സ് നമ്മൾ പ്രോപ്പറായിട്ട് റൊട്ടേഷൻ ചെയ്യുവാണെങ്കിൽ വണ്ടിയുടെ ടയർ നമുക്ക് കിട്ടും. പിന്നെ ചില ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, EVയുടെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ EVയുടെ ടയറുകൾ ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്നെ സത്യം പറഞ്ഞാൽ ഈ വണ്ടി എൻ്റെ ടയർ പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പഞ്ചറായി കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കൊരു നടത്തിയില്ലല്ലോ. അപ്പം എന്നോട് പറഞ്ഞേക്കണത് 23,000 രൂപ 25,000 രൂപയൊക്കെ ടയറിന്റെ കോസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഈ സംഭവം എല്ലാം എൻ്റെ മാറിപ്പോയി. പിന്നെ ചിലർ പറയും EV വണ്ടി ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് ടയർ തീരുമെന്ന് പറഞ്ഞു. 8,000 കിലോമീറ്റർ കഴിയുമ്പോൾ തീരും, 10,000 കിലോമീറ്റർ കഴിയുമ്പോൾ തീർന്നു പോകുന്നൊക്കെ പറയും. പക്ഷേ സുഖമായിട്ട് നമ്മുടെ നോർമൽ വണ്ടി ഓടണ പോലെ തന്നെ ഈ വണ്ടിയുടെ ടയർ ഓടണുണ്ട്. ഇതെല്ലാം തെറ്റിദ്ധാരണയാണ്, ഇതെല്ലാം മിത്സ് ആണ്. ഇതൊന്നും ആരും ഒന്നും വിശ്വസിക്കില്ല. ഇതിന്റെ പേരിലായിരിക്കും ചില ആൾക്കാർ IC എഞ്ചിൻ വിടാതെ IC എഞ്ചിൻ മേടിച്ച് EVയിലേക്ക് മാറി നിൽക്കുന്നത്. കാരണം EV എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർക്കണം പവർ ഭയങ്കരമാണ് ഓർത്തോണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. വണ്ടിയുടെ ടയർ 45 ടു മിനിമം മര്യാദയ്ക്ക് നമ്മൾ പ്രോപ്പറായിട്ട് അലൈൻമെന്റ് ചെയ്ത് പ്രോപ്പറായിട്ട് റൊട്ടേഷൻ ചെയ്യുവാണെങ്കിൽ ഒരു 35,000 to 45,000 കിലോമീറ്റർ സുഖമായിട്ട് കിട്ടും. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുവാണ്. വണ്ടിയുടെ ഉള്ളിലെ കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ടിന് ഒരു XUV 400 ഉണ്ട്. ആ വണ്ടി ഏകദേശം 50,000 കിലോമീറ്റർ ഓടി. ഈ 50,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോൾ വണ്ടിക്കകത്ത് സീറ്റിന്റെ സൗണ്ടും സീറ്റിന്റെ സ്ക്വിക്സ് സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ വണ്ടി ആയതിൻ്റെ പേരിൽ ഞാൻ പറയുമല്ല, ഇതിനകത്ത് സൗണ്ടോ അല്ലെങ്കിൽ സീറ്റിന്റെ സ്ക്വിക്കിംഗ് സൗണ്ടോ ആ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും, 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് ഈ ഒരു ഇന്റീരിയർ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇന്റീരിയർ സൗണ്ട്സ് കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ വണ്ടിയുടെ ഗുണങ്ങൾ മാത്രമാണ് പറഞ്ഞേക്കണം. വണ്ടിയുടെ കുറ്റങ്ങളും പറയണം. ഉണ്ട് കേട്ടോ, വണ്ടി കുറ്റം ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. വണ്ടിയുടെ വലിയ കുറ്റങ്ങളൊന്നുമില്ല. ഒന്നാമത്തെ കുറ്റം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ അല്ല, ക്യാമറയുടെ കുറ്റം. വണ്ടിക്കകത്ത് കമ്പനി ഒരു DVR ക്യാമറ പിടിപ്പിച്ചു തന്നായിരുന്നു. അത് ഇടയ്ക്ക് 5-6 എണ്ണം ഒക്കെ അവർ മാറി. പക്ഷെ എന്നിട്ടും ഇതുവരെ അതിൻ്റെ ആ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വണ്ടി സംഭവം റെക്കോർഡിംഗ് ആണ്. പക്ഷേ ഡേറ്റ്സ് ഇയർ എല്ലാം വീണ്ടും 01/01/2024 പറഞ്ഞത്. അത് ഇതുവരെ അത് മാറിയിട്ടില്ല. അത് ഞാൻ ഒഴിവായി. കാരണം 6 മാസം കഴിഞ്ഞല്ലോ, ഇനി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കി ഞാൻ വിട്ടു. പിന്നെ എനിക്ക് ഈ വണ്ടി ഇത്രയും നാൾ ഓടിച്ചേ പിന്നെ ഒരു കുറവുകൾ എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ഒരു വൈപ്പറാണ് നമുക്ക് മിസ്സിങ് ആയിരിക്കുന്നത്. ബാക്കിലത്തെ വൈപ്പർ ഈ വണ്ടിക്കില്ല. അതൊരു പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ.
അത് നമ്മൾ മഴയത്തൊക്കെ വണ്ടി ഓടിക്കുമ്പം പെട്ടെന്ന് നമ്മൾ ചവിട്ടണേ നമ്മൾ ജഡ്ജ് ചെയ്യുമല്ലോ, വണ്ടി എത്ര സ്പീഡിലാണ് പോകേണ്ടത്, നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യുമല്ലോ. അത് ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് പറ്റിയതാണ് ഈ മാർക്ക്. ഈ വണ്ടിയുടെ പാട് കണ്ടോ? ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ വണ്ടി ഓടിച്ചു പോകണം. ബാക്കിൽ നോക്കുമ്പോൾ വണ്ടികളൊന്നും എനിക്ക് കാണത്തില്ല, പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് മിററിനകത്തൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഞാനൊരു ചവിട്ട് കൊടുത്തപ്പോഴത്തേനും പുറകിൽ നിന്ന് വന്ന ഒരു ബൈക്കുകാരൻ വന്ന് ഒന്ന് തൊട്ടിട്ട് പോയതാ. അപ്പോൾ അത്രയും പെയിൻറ്റ് പോയി. അതൊക്കെ പോട്ടെ. പിന്നെ ഉള്ളത് വണ്ടിയുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ സ്വിച്ച് ചെയ്ത് നമ്മൾ ഓൺ ആയി വരാൻ വേണ്ടി ചെറിയ ലാഗുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നിന്ന് നമ്മുടെ ബ്ലൂടൂത്ത് മാപ്പ്, ഗൂഗിൾ മാപ്പ് ഇടയ്ക്കിടയ്ക്ക് സ്ലോ ആവും. നമ്മൾ ചിലപ്പം 1 കിലോമീറ്റർ അഹെഡായിരിക്കും പോണത്, പക്ഷേ ഈ വണ്ടിയുടെ മാപ്പ് കാണിക്കുന്നത് 4 കിലോമീറ്റർ ബിഹൈൻഡ് ആയിരിക്കും കാണിക്കുന്നത്. അതൊരു പ്രശ്നമാണ്. അപ്പം നമ്മൾ എന്നാ ചെയ്യണം, ഫോണിൽ കൂടെ ഫോണിൻ്റെ വൈഫൈ സെറ്റിംഗ് ഒന്നുകൂടെ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കി കഴിയുമ്പോഴത്തേനും അത് വീണ്ടും കറണ്ട് പൊസിഷനിലേക്ക് വരും. പിന്നെ ഉള്ളത് വണ്ടിയുടെ റൈഡ് കംഫർട്ട്, ഈ ചാട്ടവും കാര്യങ്ങൾ ഉണ്ട്. വണ്ടിയുടെ സസ്പെൻഷൻ ഇച്ചിരി ഹാർഡാണ്. അതിൻ്റെ പേരിൽ നമ്മൾ നല്ല റോഡിൽ കൂടെ മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി നല്ല റൈഡ് കിട്ടാൻ വേണ്ടി. പിന്നെ ഉള്ളത് ഫിലിം, സൺ ഫിലിം. ഞാൻ ആദ്യം 17,500 രൂപ കൊടുത്ത് ടോപ്പും സൈഡും മൊത്തം സൺ ഫിലിം ഞാൻ ഒട്ടിച്ചു. അത് നമുക്ക് ഈ ചൂട് സമയത്ത് ഈ വെയിലൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ കൈയെല്ലാം പൊള്ളണുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതലും ഞാൻ എന്നാ ചെയ്യുന്ന പറയാൻ, ഞാൻ ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള 50% വരാനുള്ള രീതിയിൽ ഞാൻ ഒരു ഫിലിം കൂടി ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഉള്ളിലേക്ക് അതിൻ്റെ മേളിൽ തന്നെ ഞാൻ ഒട്ടിക്കുപോയത്. അത് ഇത് പിടിപ്പിച്ചതിൻ്റെ പേരിൽ ഇതിനകത്ത് കുഴപ്പങ്ങളുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും നമ്മുടെ ഈ വണ്ടിക്കകത്ത് നമ്മൾ ഓടിക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ സംഭവം കംഫർട്ടിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഡബിൾ ഫിലിമാണ് ഞാൻ വണ്ടിയിൽ ഒട്ടിച്ചേക്കുന്നത്. ചിലർ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ ഒരു ബ്ലാക്ക് ഫിലിം ഒട്ടിച്ചാൽ പോരെ? അല്ല, പക്ഷേ ആദ്യം എനിക്ക് ഇൻഫ്രാറെഡ് ഫുള്ളായിട്ട് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ മേളിലേക്ക് സ്റ്റിക്കർ, ഈ ബ്ലാക്ക് ഫിലിം ഒട്ടിച്ചേക്കുന്നത്. പക്ഷേ അകത്തിരിക്കുന്ന ആൾക്കാർക്ക്, അകത്ത് ആരായിരിക്കണ പോലെ നമുക്കെല്ലാം ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മുടെ കൈ ഒന്ന് പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡബിൾ ഫിലിം ഒട്ടിച്ചേക്കുന്നത്. പിന്നെ വണ്ടിനെ കുറിച്ച് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പുതിയ വണ്ടി, IC എഞ്ചിൻ ആണേലും EV ആണേലും ഈ വണ്ടിയൊന്നും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഇതല്ല, വേറെ ഏത് വണ്ടിയാണ് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ആദ്യം ഒന്ന് EV ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുള്ളൂ. എൻ്റെ XUV ഞാൻ ഇത് മേടിച്ച പിന്നെ ഞാൻ എൻ്റെ XUV റെയറായിട്ട് മാത്രമാണ് ഓടിക്കണത്. അതിനകത്ത് ആ വണ്ടി അവിടെ വീട്ടിൽ കിടന്നതിൻ്റെ പേരിൽ എലി കയറി കണ്ടിച്ച് വയറെല്ലാം നശിപ്പിച്ചു. ഇനിയിപ്പം എന്നാ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ഓർത്തോണ്ടിരിക്കുക. എനിക്കിവിടെ 3,30,000 രൂപ ലാഭമായപ്പം അവിടെ എനിക്കൊരു 10-30 രൂപ എനിക്ക് ചിലവ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ EV ഓടിച്ച പിന്നെ എനിക്ക് കിട്ടിയേക്കണ എന്നാ പറയണേ, ഒരു ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. ഞാൻ പറയാൻ പോകുന്നത്, ഈ EV എടുക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ IC എഞ്ചിൻ എടുക്കാൻ പോകുന്ന ആൾക്കാർ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളൊന്ന് EV ഒന്ന് ഓടിച്ചു നോക്കുക. അതിൻ്റെ ആ പിക്കപ്പും അതിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ടും ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റീതിങ്ക് ചെയ്യും. കാരണം നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്, എല്ലാവരും പറയും നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് റീസെയിൽ വാല്യൂ ഒക്കെ നോക്കിയിട്ടാണ്. ഈ വണ്ടി കുറച്ച് കഴിയുമ്പോൾ വിറ്റ് ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കണം നമുക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ കൂടുതൽ നമ്മൾ എൻവയറമെൻറ്റൽ ഇഫക്റ്റും കൂടെ നമ്മൾ നോക്കണം. നമ്മൾ സൊസൈറ്റിക്ക് ചെയ്യാൻ പോണ ഒരു ബെനിഫിറ്റും കൂടെ നമ്മളൊന്ന് വിചാരിക്കണം. അപ്പം ഈ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നെ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.